ഇതിലും പറയണ്ട എന്നാ വെൽക്കം ചെയ്തോ, അങ്ങോട്ടേക്ക് വെൽക്കം ചെയ്തോ. കഴിഞ്ഞു അത്രേ ഉള്ളൂ. എന്താണെന്നറിയില്ല, ഈ റോട്ടിൽ നിന്ന് എനിക്കങ്ങനെ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. മേ ബി ശരിയാവുമായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് മാഞ്ചസ്റ്റർ ക്രിസ്മസ് മാർക്കറ്റിലേക്കാണ്. ഈ ഫെസ്റ്റീവ് സീസണിൽ മുടങ്ങാതെ വരുന്ന ഒന്നാണ് ഈ ക്രിസ്മസ് മാർക്കറ്റ്. ഈ വർഷം തന്നെ ഞങ്ങൾ 2ാമത്തെ വട്ടമായിപ്പോൾ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് പോവാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ വീഡിയോ. ക്രിസ്മസ് മാർക്കറ്റ് ഓപ്പൺ ആക്കിയ ആ വീക്ക് തന്നെ നമ്മൾ ഒരു വട്ടം പോയിണ്ടായിരുന്നു. ഈ ഒരു റിങ് എനിക്ക് ഒരു ഷോപ്പിൽ നിന്ന് കിട്ടിയപ്പോൾ തന്നെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് മാർക്കറ്റ് എനിക്ക് കഴിഞ്ഞ വട്ടാണ് കുറച്ചും കൂടെ കാണാൻ ഭംഗി തോന്നിയത്. ഈ ഒരു ഷോപ്പ് പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു, നീണ്ട ക്യൂ ആയിരുന്നു. എന്താണ് ഇപ്പം സംഭവം എന്നറിയാൻ വേണ്ടി കുറച്ചു നേരം നമ്മൾ അവിടെ നോക്കി നിന്നു. ഈ ഒരു പാത്രം പോലത്തെ സംഗതിയിൽ കുറേ ഫില്ലിങ് നിറയ്ക്കുന്നതാണ്. പൊട്ടറ്റോ സ്ലൈസ് വെക്കുന്നുണ്ട്, മാഷ് വെക്കുന്നുണ്ട്, പല ഓപ്ഷൻസ് വെജീസ് ഉണ്ട്, പിന്നെ എല്ലാ വെറൈറ്റി മീറ്റും ഉണ്ട്. അപ്പോൾ കുറച്ചു നേരം നല്ല ഭംഗിയുണ്ടായിരുന്നു അവരിങ്ങനെ ഫില്ല് ചെയ്യുന്നത് കാണാൻ വേണ്ടി. ഞങ്ങൾ എന്തായാലും ഒരെണ്ണം ഓർഡർ ചെയ്തു. എന്നിട്ട് ഇതിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. കാരണം ഓരോരുത്തർ പറയുന്നത് പോലെയാണ് അവരത് ചെയ്യുന്നത്. അങ്ങനെ നോക്കി നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ഇത് സംഭവിച്ചത്. ആ കടയുടെ ഫ്രണ്ടിൽ ഒരു ആർട്ടിഫിഷ്യൽ സ്നോ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മേത്ത് വന്ന് വീണു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആർട്ടിഫിഷ്യൽ ആണെങ്കിലും ഒരു സ്നോ എഫക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ കാണാൻ ഭംഗിയുണ്ടെങ്കിലും ഇത് മേത്തുനിന്ന് പോകാൻ കുറച്ച് പാടാണ്. തട്ടിക്കളഞ്ഞാലും ഇത് പോകുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങളവിടെ വെച്ചു. അവാർഡ് കിട്ടുന്നത് പോലെയാണ് നിൽക്കണേ. കാരണം അത്ര ക്യൂ ആയിരുന്നു. ഒരു 10-20 മിനിറ്റെങ്കിലും നിന്നിട്ടുണ്ടാവും നമ്മളവിടെ. ചിലവർക്ക് അത്ര ഇഷ്ടപ്പെടില്ല, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ടേസ്റ്റ് കഴിച്ചതുകൊണ്ട് നമ്മുടെ ടേസ്റ്റ് ബഡ്സിന് കോമൺ ആയിട്ടുള്ള കുറച്ച് ഫ്ലേവേഴ്സ് കഴിക്കാമെന്ന് കരുതി ഈ കബാബും സമൂസയൊക്കെയുള്ള ഒരു ബൗള് മേടിച്ച് കഴിച്ചു. നല്ലതാണ്, കോമൺ ടേസ്റ്റാണ്, ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ ഒരുപാട് ചോക്ലേറ്റ്സ്, സ്വീറ്റ്സ്, കുക്കീസ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ നോക്കി നടന്ന് കണ്ടു, പക്ഷെ ഒന്നും മേടിച്ചില്ല. പക്ഷേ ഇത് നമ്മൾ മേടിച്ചു. ഇതാണ് സ്ട്രോബെറി വാഫിൾ ചോക്ലേറ്റോ അങ്ങനെ എന്തോ ആണ് പേര്. പക്ഷേ ഗ്യാരണ്ടി ടേസ്റ്റാണ്. ഇത് കാണണമെങ്കിൽ എന്തായാലും മേടിക്കണം. ഈ സ്ട്രോബെറിയും ചോക്ലേറ്റും അടിപൊളി കോംബോ ആണ്. അങ്കമാലി ഡയറീസിൽ പറയണില്ലേ ഗ്രീൻ പീസും മുട്ടയും പോലെ, അതുപോലെയാണ് ഇത്. എനിക്ക് ഉറപ്പാണ് ഇത് ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. കാരണം ലണ്ടനിൽ പോയപ്പോൾ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് വാഫിൾ ഉണ്ടായിരുന്നില്ല, പക്ഷെ വാഫിൾ ഉണ്ടായപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ്. കണ്ടോ, വാഫിൾ ആ ചോക്ലേറ്റിൽ പൊടിച്ചിട്ട് കഴിക്കുന്നു, അതും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ ഇതൊന്നല്ല, 2 മേടിച്ചത്. ഞാൻ പൊക്കി പറയണല്ല, മധുരം ഇഷ്ടമില്ലാത്തവർക്കും ഇഷ്ടാവും. അത്ര സ്വീറ്റ് അല്ല, എന്നാൽ സ്ട്രോബെറിയുടെ പുളിയും വരുമ്പോൾ ബാലൻസ് ആണ്. നമുക്കൊരു റിഫ്രഷിങ് ഫീൽ കിട്ടും ഇത് കഴിച്ച് കഴിഞ്ഞാൽ. എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ എന്തായാലും കഴിക്കണം, നല്ലതാണ്. അവിടെ തിരക്കും ഉണ്ടായിരുന്നു അത്യാവശ്യം. അപ്പോൾ അത് കഴിച്ചു. പിന്നെ ഒരുപാട് കഴിച്ചില്ലെങ്കിലും നമ്മുടെ വയറ് ഫില്ലായിട്ടുണ്ടായിരുന്നു. നമ്മൾ അധികം പോയില്ല. പിന്നെ നമ്മൾ പോയത് അവിടെയൊക്കെ ജസ്റ്റ് നോക്കി നടന്ന് കാണാനാണ്. കഴിഞ്ഞ വർഷത്തെ അത്രയും രസം ഉണ്ടായിരുന്നില്ല. ഈ ഒരു സംഭവം കഴിഞ്ഞ വർഷം ഉണ്ടായ അതേ സാധനമാണ്. എനിക്ക് തോന്നുന്നു എല്ലാ ക്രിസ്മസ് മാർക്കറ്റിലും കോമൺ ആയിട്ട് ഉണ്ടാവുന്നതാണ് ഈ ഒരു കറങ്ങണ സംഭവം. പിന്നെ നമ്മൾ കഴിച്ചത് ഈ ലോഡഡ് ഫ്രൈസ് ആണ്. ഇത് ഫില്ലിംഗ് ആണ് കേട്ടോ. 3 പേർക്കൊക്കെ അടിപൊളിയാണ്. ഒരെണ്ണം മേടിച്ചാൽ മതി, വേറെ ഒന്നും മേടിച്ചില്ലെങ്കിലും നമ്മുടെ വയറ് നിറയും. ഈ ഒരു കടയിൽ നിന്നാണ് അത് മേടിച്ചത്. ഗ്രയോസോ ഈറ്റ് ഗ്രീക്ക്, ആ കടയിൽ നിന്നാണ് മേടിച്ചത്. നല്ല അടിപൊളിയാണ്. ഇതന്നെ റാപ്പും അവിടെയുണ്ട്. റാപ്പ് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഞങ്ങൾ വിചാരിച്ചു അടുത്ത വട്ടം വരുമ്പോൾ റാപ്പ് നമുക്ക് ട്രൈ ചെയ്യാം. കാരണം അത് കുറച്ചും കൂടി കാണാൻ രസമുണ്ട്. ഒരു കോൺ പോലെ അവർ റാപ്പ് ചെയ്ത് തരണത്. പക്ഷെ ഇതാണ് കുറച്ചുകൂടി ഫില്ലിംഗ് എന്നാണ് തോന്നുന്നത്. പിന്നെ ഈ ഒരു സംഭവം ഇത് കഴിഞ്ഞ വർഷം ഇൻസ്റ്റയിൽ കണ്ടിട്ട് ഞങ്ങൾ വന്നപ്പോഴേക്കും ഇത് കഴിഞ്ഞു പോയി, ഷോപ്പ് അടച്ചു. ഈ വർഷം ഇപ്പം എന്തായാലും മേടിക്കണമല്ലോ. കഴിഞ്ഞ വർഷം ഇത്രയും ഡിമാൻഡ് ഉണ്ടായ സാധനമല്ലേ എന്ന് കരുതി വിട്ടില്ല, ഞങ്ങൾ മേടിച്ചു. ഇത് സംഭവം ഒന്നുമില്ല കേട്ടോ. ഈ ഒരു പിസ്താഷ്യോ സോസ്
പിന്നെ ഈ ക്രൊസാൻ, അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ, എനിക്കറിയില്ല. പിന്നെ കുറച്ച് ക്രീം, മുകളിൽ കുറച്ചും കൂടി സോസ്, കുറച്ച് ക്രഷ്ഡ് പിസ്താഷ്യോ, അത്രയേ ഉള്ളൂ. പക്ഷെ നല്ല റിച്ച് സോസാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മധുരം അത്ര ഇഷ്ടമല്ലാത്തവർക്ക് ചിലപ്പോൾ ഇഷ്ടാവില്ല, നല്ല മധുരമുണ്ട്. ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു കേട്ടോ, കാരണം ഞാൻ ഇത് എല്ലാവർക്കും വെച്ച് കൊടുക്കുകയാണ്, എല്ലാവർക്കും ഇത് മുക്കി കൊടുക്കുകയാണ്. എനിക്ക് തോന്നണേ കഴിഞ്ഞ വട്ടം ഇത് കിട്ടിയില്ലല്ലോ, അപ്പോൾ ഇത് ഈ വർഷം എല്ലാവർക്കും കിട്ടാതെ പോകണ്ടെന്ന് കരുതിയിട്ടായിരിക്കും. പക്ഷെ സംഭവം നല്ലതാണ്, നല്ല റിച്ച് ഫ്ലേവേഴ്സാണ്, നല്ല റിച്ചാണ്. അപ്പോൾ സെക്കൻഡ് ടൈം ആണ് നമ്മൾ ക്രിസ്മസ് മാർക്കറ്റ് വിസിറ്റ് ചെയ്യാൻ ഈ വർഷം വന്നേക്കണേ. വന്ന വർഷം തന്നെ ക്യൂ നിൽക്കണത് എവിടെയാണെന്നറിയോ? നമ്മുടെ ക്രഷ്ഡ് ആ പിസ്താഷ്യോ ഇട്ട ആ ക്രൊസാന്തില്ലേ, അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ക്യൂ നിൽക്കണേ. കഴിഞ്ഞ വട്ടം കഴിച്ചപ്പോൾ അത്ര ഇഷ്ടമായി. അപ്പോൾ ഇങ്ങനെയാണ് അവരത് ഉണ്ടാക്കണേ കണ്ടോ. ഇതാണ് നമ്മുടെ താരം, ഈ സോസാണ് അവരതിൻ്റെ ഉള്ളിൽ ഒഴിക്കണേ. അത് സോസ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഈ ക്രീം, പിന്നെ മുകളിൽ ഈ സോസ്, കുറച്ച് പിസ്താഷ്യോ, അത്രേ ഉള്ളൂ. പക്ഷേ ഇതെങ്ങനെയാണ് ഈ സോസ് ഉണ്ടാക്കണമെന്ന് എനിക്കറിയില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ പ്ലാൻ ചെയ്തതാണ് ഈ സോസ് കുറച്ച് ബാക്കിയുണ്ടല്ലോ, വേറെ ക്രൊസാൻ മേടിച്ചിട്ട് അത് ഡിപ്പ് ചെയ്ത് കഴിച്ചാലോ എന്ന്. കാരണം നല്ല ടേസ്റ്റാണ്, നമുക്ക് പിന്നെയും കഴിക്കാൻ തോന്നും. ഇതാണ് നമ്മുടെ മാർക്കറ്റ്. ഇപ്രാവശ്യം കുറച്ചും കൂടി അധികം ഷോപ്പുകൾ ഉണ്ടായിരുന്നു, കുറച്ചും കൂടി സീറ്റിംഗ് സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷെ കാണാൻ സത്യമായിട്ടും ഭംഗി കുറവായിരുന്നു. കഴിഞ്ഞ വർഷം ഒരുപാട് ലൈറ്റ് ഉണ്ടായിരുന്നു, ട്രീകൾ ഉണ്ടായിരുന്നു. ഈ വർഷം അതൊന്നും ഉണ്ടായിരുന്നില്ല. ആളുകൾ തിരക്കും കുറവാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച്. അപ്പോൾ നേരെ അത് കഴിഞ്ഞ് പോകുന്നത് ഈ ലോഡഡ് ഫ്രൈസിൻ്റെ ആ റാപ്പില്ലേ, അത് കഴിക്കാനാണ്. കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഇതും കൂടെ ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞു പോയതാണല്ലോ, നേരെ വന്ന് ഇത് കഴിച്ചു. അങ്ങനെ നമ്മൾ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റ് ടിക്കറ്റ് പോവുകയാണ്. ഇന്നത് കഴിച്ചു എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെയാണല്ലോ നമ്മുടെ കുഞ്ഞ് ഹാപ്പിനെസ്. പിന്നെ അടുത്തത് നമ്മൾ നോട്ടിട്ടത് അപ്പുറത്തൊരു കടയാണ്. എന്താണ് അതിൻ്റെ പേര് എന്ന് എനിക്കറിയില്ല. ഇത് ഈ ഒരു സംഭവം, ഇതിൻ്റെ ഉള്ളിൽ നിറയെ ചീസാണ്, പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും ഇല്ല. കാണാൻ കുറച്ച് ഭംഗിയുണ്ട്, കുറേ ആളുകളും ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഹാഫ് ചീസും ഹാഫ് സോസേജും ആണ്. പുറത്ത് കുറച്ചിങ്ങനെ പൊട്ടാറ്റോ സ്ലൈസ് ചെയ്ത് അങ്ങനെ ഒരു കോട്ടിങ്ങുമാണ്. ഒരു ടേസ്റ്റും ഇല്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ ചീസ് മാത്രമേ ഉള്ളൂ. ഇഷ്ടമായോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫൺ അത്രേ ഉള്ളൂ. കടിച്ച് നമുക്ക് നോക്ക് ചീസ് ഇങ്ങനെ എടുക്കാം. വെറുതെ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കാം. ഇതെന്താണ് ഇവിടെ ഇത്ര ആൾക്കാർ എന്ന് വെച്ച് കയറിയതാണ്. എനിക്കത്ര ഇഷ്ടമായില്ല കേട്ടോ. ഇതാണ് കഴിച്ചതിൽ ടേസ്റ്റ് ഇല്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനം. ബാക്കിയൊക്കെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഈ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകതയാണത്. നമ്മൾ പ്രൈസ് കൊടുക്കുന്നുണ്ടെങ്കിലും ക്വാളിറ്റി സാധനങ്ങളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതാണ് കേട്ടോ നമ്പർ 1, അടിപൊളിയാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ 8 പൗണ്ടോ അങ്ങനെ എന്തോ 4 കിട്ടുള്ളൂ. നമുക്ക് വിഷമാവും, ഇനിയും കഴിക്കാൻ തോന്നും. അത് ഡംപ്ലിംഗ് ആണ്, അടിപൊളിയാണ്. പിന്നെ അതെ ഈ ഒരു നൃത്തത്തോടു കൂടി നമ്മൾ ഈ വർഷത്തെ ക്രിസ്മസ് മാർക്കറ്റ് വിസിറ്റിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നു. ഇതൊന്നും നമുക്ക് വലിയ വശമുള്ള പരിപാടിയല്ല, എന്നാലും ഒരു വിധത്തിൽ ഒപ്പിച്ചിട്ടുണ്ട്. രസമുണ്ട്, വലിയ കുഴപ്പമില്ല. ഇവിടെ ഒരു വലിയ ക്രിസ്മസ് അപ്പൂപ്പൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൂപ്പൻ എനിക്ക് വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റിയില്ല. അത്രയേ ഉള്ളൂ. നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഞാൻ ഇനിയും വീഡിയോ ഇടും. എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.